RJD നേതാവ് വി സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻപിള്ളയെ കണ്ടത്. മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ എത്തുമെന്ന് BJP ആവർത്തിക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. പത്മജി അടക്കം കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് കൂടണഞ്ഞപ്പോൾ ഇടതു നേതാക്കൾ ചിലരും പാർട്ടിയിലേക്ക് വരുമെന്നായിരുന്നു BJP സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് വി സുരേന്ദ്രൻപിള്ളയെ രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ വീട്ടിലെത്തിക്കണ്ടത്. രാവിലെ 9:15 കവടിയാറിലെ സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ 15 മിനിറ്റോളം ചിലവിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സാധാരണ നിലയിൽ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുവെന്നും താൻ LDFന്റെ പ്രവർത്തകനാണെന്ന് വിശദീകരിച്ചുവെന്നും സുരേന്ദ്രൻപിള്ളയും പറയുന്നു. RJDയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിൽ ഉന്നയിച്ചതടക്കം മുൻപ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതേസമയം BJPയെയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJPയെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJPയുടെ ഗവൺമെന്റ് വിവിധങ്ങളായ കഴിവഴികളിലൂടെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ബോധപൂർവമായ അജണ്ടയും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇതിനെല്ലാം എതിരായ വലിയ പോരാട്ടത്തിലേക്കാണ് രാജ്യത്തെ ജനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ സുരേന്ദ്രൻപിള്ളയോടുള്ള CPMന്റെ നിലപാട് നിർണായകമാകും.